ഹായ് സുഭാഷ് ചന്ദ്രൻ. നമ്മളന്ന് ഫ്ലവേഴ്സ് ഒരു കൂടി കണ്ടതാ അല്ലേ രണ്ടുപേരെയും. മഞ്ഞുമൽ ബോയ്സ് ഹിറ്റായപ്പോ നമ്മളെന്തെങ്കിലും കൊണ്ട് ഹിറ്റായോ? പിന്നെ ഞങ്ങളെ ലോകം മൊത്തമുള്ള മലയാളികൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു തോന്നുന്നു അല്ലേ? അതെ അതെ. ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒരുപാട് സ്ഥലത്ത് ഗസ്റ്റ്. എനിക്കൊന്ന് ഗുണ കേവിലേക്ക് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യാനും തുടങ്ങി. അതെ അല്ലേ? തീർച്ചയായിട്ടും ഈ സിനിമയുടെ പുറത്താണ് അവിടെ ഇത്രയധികം ആളുകൾ ആ സ്ഥലം കാണാനായിട്ട് പോയത്. നിങ്ങള് ടൂർ പോവായിരുന്നു അല്ലെ? ആ സിനിമ കാണിക്കുന്ന പോലെ ഏകദേശം അതുപോലെ തന്നെയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു. നമ്മൾക്ക് അത് നിരോധിത മേഖലയാണ്, അങ്ങോട്ട് കടക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, നമുക്കത് അറിയില്ല. നമ്മൾ വായിച്ചാലും കാര്യമില്ല, തമിഴ് അറിയില്ലല്ലോ. പിന്നെ ആ യുവത്വത്തിന്റെ ഒരു ചോരത്തളുപ്പും കാര്യങ്ങളും നമ്മള് അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാനാണല്ലോ ടൂർ പോകുന്നത്. എത്ര കൊല്ലം മുമ്പത്തെ സംഭവം? ഇതിപ്പോ 19 കൊല്ലം കഴിഞ്ഞു. 19 കൊല്ലം കഴിഞ്ഞു. പിന്നെ അഡ്വഞ്ചറായ കാര്യങ്ങൾ കാണാനും പറ്റി. നിങ്ങൾ എല്ലാവരും എത്ര പേരായിരുന്നു? ഞങ്ങള് 11 പേര്. നിങ്ങൾ ശരിക്കും ഇതിനെ തമിഴ് അറിയാവുന്ന ആരും ഇല്ലായിരുന്നു? വായിക്കാൻ പറ്റി? ഇല്ല. പോലീസുകാർ തടഞ്ഞില്ല? പോലീസ് അവിടെ ഇല്ല, ഫോറസ്റ്റുകാരുണ്ട്. അവര് അവിടെ ഉണ്ടായിരുന്നു. ഫോറസ്റ്റ് ഏരിയയാണ്. ഗോവയ്ക്കകത്തോട്ട് ഇറങ്ങുന്നു. മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. എന്റെ കാല് തന്നെ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് വീണു. കാല് തന്നെ വീണാണോ അത്? അതെ, കാല് സ്ലിപ്പായി വീണതാണ്. ആ സിനിമയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സിനിമയിലേക്ക് കുറെ കൂടെ താഴെ പോയെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, സുഭാഷ് പോയതിന് എത്രയൊക്കെ പോയുള്ളൂ? ഏകദേശം. സുഭാഷ് എത്ര മീറ്റർ താഴെ പോയി? ഞാൻ 90 അടി. 90 അടി താഴെ പോയി. 90 അടി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ മേലോട്ടൊന്നും കാണാനില്ലല്ലോ. ഇല്ല, അല്ലെങ്കിൽ അത് നേരെയുള്ള ഒരു ഇതല്ലല്ലോ, അത് ഇങ്ങനെ ഒന്നും കാണാനില്ല. അത് ഒരഞ്ഞങ്ങ് ഇറങ്ങിപ്പോയതാണോ? അവിടെ ഇവിടേക്ക് ഇടിച്ച് വീഗാലാൻഡിൽ നമ്മൾ യാത്ര ചെയ്യൂലേ മറ്റേ ഇതില്, അതിലൂടെ അതേപോലെ അവിടെ ഇവിടേക്ക് ഇടിച്ച് അങ്ങോട്ട് പോയി. പിന്നെ എവിടെ പോയി പിടിച്ചു നിന്നു? ജീൻസിലേക്ക് ഒരു പാറ കുത്തി കയറിയിട്ട് അതിലാണ് ഹുക്ക് ചെയ്ത് നിന്നു. അതിൽ തൂക്കിടന്നല്ലേ? അപ്പൊ ജീൻസ് ആണോ ഉപകരിച്ചത്? അതെ. അവിടെ ചെന്ന് തങ്ങി നിന്നപ്പോ പിന്നെ നിലവിളിച്ചു? ഇല്ല, അപ്പൊ ബോധം പോയി. ബോധം പോയോ? ബോധം പോയി. പിന്നെ നമ്മുടെ കൂട്ടുകാരന്റെ വിളിച്ചോണ്ടേയിരുന്നു, ഒരു സൗണ്ട് കൂടുതലുള്ള ഒരു കൂട്ടുകാരനുണ്ടല്ലോ, സിക്സൻ എന്ന് പറഞ്ഞ. ഓക്കെ. ഇത്ര നേരം അവിടെ നിന്ന് കാണും ആ കുളത്തില്? അറിയില്ലല്ലേ? ബോധമില്ല. പിന്നീട് ബോധം വന്നു, അവന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ. പുള്ളിയുടെ വിളിയാണോ? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? സിക്സന്റെ വിളിയാണ് നമ്മളെ ഉണർത്തിയത്. അതെ അല്ലേ? അപ്പൊ നമ്മൾ ഉണർന്നു. ഇത് ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ ഊഴം വരുന്നു. അപ്പൊ സിജുവിന് ശരിക്കും എപ്പോഴാണ് ഇത് ഇറങ്ങാൻ തീരുമാനിച്ചത്? കാര്യം ഇത് സാധാരണ ആരും സമ്മതിക്കത്തില്ലല്ലോ ഈ ഗോവയ്ക്കകത്തോട്ട് ഇറങ്ങാൻ. കാര്യം പോയവര് പോയി, പിന്നെ നമ്മുടെ തടിയും കൂടെ കേടാക്കണ്ട എന്നാണല്ലോ പൊതുവെ വരുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ ഓർമ്മയായിട്ട് മലയാളികൾ സ്മരിക്കുന്ന സംഭവമായത്. ഇത് പോയി കഴിഞ്ഞിട്ടും ഇവര് പോലീസുകാരും ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അവര് ഇറങ്ങാൻ തയ്യാറാണ്ടാന്നില്ല. കയറ് താഴത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് കയറുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണായിരുന്നു. പക്ഷെ അങ്ങനെ കുറെ നേരം ചെയ്തുകൊണ്ടിരിക്കണേ അവര്. പോലീസുകാരും ഫയർഫോഴ്സുകാരും എല്ലാവരും ഉണ്ടായിരുന്നു, ഫോറസ്റ്റുകാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവര് ഇറങ്ങാണ്ട് വന്നപ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. പക്ഷെ ആദ്യം അവര് സമ്മതിച്ചില്ല. പിന്നെ അവിടുത്തെ നാട്ടുകാരൊക്കെ ഇത്തിരി പ്രഷർ ചെയ്യാൻ തുടങ്ങി. കാരണം ഫയർഫോഴ്സ് ഉണ്ടല്ലോ, അവരടുത്ത് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളൊക്കെ അവരുടെ അടുത്ത് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ ഒച്ചപ്പാട് തുടങ്ങിയപ്പോഴും അവര് എന്നാ എന്റെ അടുത്ത് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ സിജുവിന്റെ വേഷം എന്താ? അപ്പൊ പാന്റ് ഷർട്ടായിരുന്നു. ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ആ ഗോവയ്ക്കകത്ത്? ആ സമയത്ത് ഇറങ്ങാൻ പറ്റണ അവസ്ഥ ഒന്നും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തപ്പാടുള്ളൂ. അല്ല, അതിൽ ഇറങ്ങി അങ്ങ് താഴെ പോവുമല്ലോ, അങ്ങനെ അങ്ങ് പോവില്ലേ അത്? അപ്പൊ അവര് എന്റെ മേത്ത് കയറ് കെട്ടിയാർന്ന്. അപ്പൊ കയറുണ്ടെന്നുള്ളൊരു ധൈര്യം നോക്കണ്ടല്ലോ, കയറി പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു ധൈര്യം ഉണ്ട്. ആ ഒരു ഇതിലും നമ്മുടെ വയറ്റിലേക്ക് കെട്ടിയേക്കണേ. നമ്മളിറങ്ങി കണ്ടോ? ഇല്ല, താഴത്തോട്ട് കുറെ പോയിട്ടും കണ്ടില്ല. വിളിക്കുന്നുണ്ട്. ഇവന്റെ സൗണ്ട് കേൾക്കാറുന്നു. അങ്ങനെ സൗണ്ട് കേൾക്കും തോറും നമുക്ക് പ്രതീക്ഷ കൂടി വന്നോണ്ടിരുന്നു. അതിന്റെ ഇടയിൽ കയറ് തീർന്നു പോയി. പിന്നെ അവര് പിന്നെ പോകാൻ പറ്റൂല. പിന്നെ അവര് കയറെടുത്തോണ്ട് വന്ന് വീണ്ടും കെട്ടി. അങ്ങനെയാണ് വീണ്ടും താഴത്തോട്ട് ഇറങ്ങണത്. കുറെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഒരു ഇതില് ഇവനെ ചെറുതായിട്ട് കാണാൻ തുടങ്ങി. അപ്പോഴും ഭയങ്കര നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാൻ പറ്റൂല നമുക്ക്. അതിപ്പോ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പൊ താങ്കൾക്ക് എന്താ തോന്നുന്നു? ഒരാൾ ഇറങ്ങി വരുന്നു, നമ്മുടെ രക്ഷകൻ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് അല്ലെ? സുഭാഷിനപ്പോ സിജു ഇറങ്ങി വരുന്ന കാണുന്നു. ഞാൻ കുട്ടനോട് ആദ്യം ചോദിച്ചത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ എന്നാണ് ആദ്യം ചോദിച്ചത്. കുട്ടൻ പറഞ്ഞു ഒരു ധൈര്യമൊക്കെ തന്നു, നമ്മളെന്തായാലും രക്ഷപ്പെടും ഒരു ധൈര്യമൊക്കെ തന്നു. ഞങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരു പ്രയത്നവും എനിക്ക് പല സ്ഥലത്തും പിടിച്ചു കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മുകളിൽ നിന്ന് കയറ് വലിക്കുന്നതിന്റെ ഒരു ഇത് താഴെ വരെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേരും ഒരു കയറല്ലേ ഉള്ളൂ? ഇല്ല, രണ്ട് കയറായിരുന്നു. ഓക്കെ. അപ്പൊ അവര് വലിച്ചു കയറ്റുവാ അല്ലേ?
അവര് മുകളിൽ നിന്ന് വലിക്കും. അപ്പൊ നമ്മ കുറച്ച് പിടിച്ച് കയറണം. കാരണം ഇത് സ്ട്രെയിറ്റ് അല്ലാത്ത കാരണം അവര് വലിച്ച അവിടെ ലോഡ് കിട്ടൂല, ഉടക്കും. അപ്പൊ നമ്മ കുറച്ച് വലിച്ച് കയറും, തന്നെ കയറും, വലിച്ച് കയറും. അപ്പൊ അവരത് കയറ് ടൈറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ ടൈറ്റ് ചെയ്താണ് കയറിയത്. എത്ര നേരം എടുത്തു കാണും മണ്ടേ ചെല്ലാനായിട്ട്? മൊത്തം ഒരു 3 മണിക്കൂറോളം എടുത്തു. അപ്പൊ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും അപകടത്തിലോട്ട് പോകും എന്ന നിമിഷം ഉണ്ടായോ? എന്ന് വെച്ചാൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് വീണ്ടും, അങ്ങനെ എന്തെങ്കിലും ഇതുണ്ട്? ചവിട്ടി കയറുമ്പോ കുറച്ച് നമ്മൾ ചവിട്ടി കയറണം. അപ്പൊ സ്ലിപ്പായി പോകും. സ്ലിപ്പായി കിടക്കുന്ന പാറയായതല്ലേ? മൊത്തം സ്ലിപ്പായി കിടക്കാം. കാരണം മഴ പെയ്തായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പൊ അങ്ങനെ സ്ലിപ്പിങ് ഉണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ നല്ല തണുപ്പാണ്. ഏത് അവസ്ഥയായപ്പോഴാ പിടിച്ചു കയറ്റുന്നത്? അപ്പം സുഹൃത്തുക്കളെല്ലാം രണ്ടുപേരും പോയെന്നും രീതി നിൽക്കായിരുന്നു. എല്ലാവരും പോയി എന്നുള്ള ഒരു ഇതിലായിരുന്നു. കാരണം പോയിട്ട് കുറെ നേരത്തെ ഒരു 20 മിനിറ്റോളം ഇവന് അനക്കൊണ്ടായിരുന്നില്ല. പിന്നെ മഴ പെയ്യാൻ തുടങ്ങി അവിടെ. മഴ പെയ്തപ്പോ മഴയുടെ ഒരു ഇതും കൂടി ചെന്നപ്പോഴാണ് ഒരു ബോധം വന്നേക്കണത്. കാരണം മഴ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടാണ് തോന്നിയത്. കാരണം ഈ വെള്ളവും കല്ലും എല്ലാ കുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നിയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മഴ പെയ്തുകൊണ്ടാണ് ഇവന്റെ ജീവൻ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. കാരണം അതിൻ്റെ ഉള്ളിലോട്ട് ഓക്സിജൻ കണ്ടന്റ് കുറവാണ്. മഴ പെയ്ത കാരണമാണ് ഓക്സിജൻ ഉള്ളിലോട്ട് ഉണ്ടായത്. എനിക്ക് ഇറങ്ങി ചെല്ലാനും പറ്റിയത്. അല്ലെങ്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്കും ശ്വാസം കിട്ടാണ്ട അവസ്ഥ വരുവാനെ. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇത് ആരോടാ? പള്ളിയിൽ അച്ഛനോട് പറഞ്ഞു? ഇത് ആരോടാ പറഞ്ഞത്? എന്റെ ഒരു കസിന്റെ അടുത്താണ് പറഞ്ഞത്. പുള്ളിക്കാരനാണ് നേരെ ഇത് അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞ്. അച്ഛനെ അന്ന് കുർബാനയിൽ വിളിച്ചു പറഞ്ഞ്. അങ്ങനെ അത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവം നടക്കുന്നത്. അതുവരെ നിങ്ങൾ പുറത്ത് പറഞ്ഞില്ല? എന്താ അത്? നിങ്ങൾ വീട്ടിൽ കയറി പോയിട്ട് ആരോടും പറഞ്ഞില്ലല്ലോ? പിന്നെ ടൂറ് വിടൂല്ലോ ഇങ്ങനെ ഒരു അപകടം നടന്നു പറഞ്ഞാ. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് നിങ്ങൾ പറയാതിരുന്ന അതെ. പിന്നീട് ഇപ്പം സിനിമ ഇറങ്ങുന്നവരെ ഇതങ്ങനെ കാര്യമായിട്ട് കൂടുതൽ ആളൊന്നും അറിഞ്ഞിരുന്നില്ല. സിനിമ ഇറങ്ങി നമ്മുടെ ജീവിതം മാറിയോ? സിനിമ ഇറങ്ങിക്കാൻ ജീവിതം മാറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്നാലും ആളുകൾ അറിയാൻ തുടങ്ങി. അതാണ് മെയിൻ കാര്യം. പിന്നെ ബാക്കിയെല്ലാം സാധാരണ പോലെ തന്നെ. അതുപോലെ തന്നെ. ഇപ്പൊ എന്താ സിജു ചെയ്യുന്നത് ഇപ്പൊ? എനിക്ക് ഷിപ്പ് റിപ്പയർ വർക്കാണ്. പൈപ്പിൽ ഒരു സീ ബ്ലൂ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.